ഹലോ എവരിവൺ. നിങ്ങൾ ഡിന്നർ കഴിക്കുന്നത് എപ്പോഴാണ്? ഇപ്പോൾ രാത്രി കല്യാണങ്ങളും പാർട്ടികളും ഒക്കെ കൂടി വരുന്നു. പല ഹോട്ടലുകളും സജീവമാകുന്നത് രാത്രി 10 മണിക്ക് ശേഷമാണ്. ഡിന്നർ എന്ത് കഴിക്കുന്നു എന്നതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോൾ കഴിക്കുന്നു എന്നുള്ളത്. രാത്രി ഭക്ഷണം കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനുമിടയിൽ 2 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഉണ്ടാകണം. വൈകുന്നേരം 6:30ക്കും 7:00നും ഇടയിൽ ഡിന്നർ കഴിക്കുന്നതാണ് നല്ലത്. ഒരുപാട് വൈകി രാത്രി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? 1. ഭക്ഷണം ശരിയായി ദഹിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് വയറരിച്ചിൽ, കുളിച്ചു തെറ്റൽ തുടങ്ങിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഉറങ്ങുമ്പോൾ ദഹനം കൂടി നടക്കുന്നത് കൊണ്ട് നല്ല ഉറക്കം കിട്ടാതെ വരുന്നു. അത് രാവിലെ ഉന്മേഷക്കുറവുണ്ടാക്കുന്നു. രാത്രി വൈകിയുള്ള ഭക്ഷണം പ്രമേഹം, ഹൈപ്പർടെൻഷൻ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ഉറങ്ങുന്നതിന് മുന്നേ 2 മണിക്കൂർ മുന്നെയെങ്കിലും ഡിന്നർ കഴിക്കാൻ ശ്രദ്ധിക്കുക. രാത്രി ഭക്ഷണം അളവ് കുറച്ച് കഴിക്കുക. വയറിന്റെ പകുതി നിറയുന്ന രീതിയിൽ കഴിക്കാം. കാരണം നമ്മൾ ഉറങ്ങാനാണ് പോകുന്നത്. അധികം എനർജിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് രാത്രി അമിതമായി കഴിച്ചാൽ ബാക്കിയുള്ള എനർജി ഫാറ്റായി സ്റ്റോർ ചെയ്ത് പൊണ്ണത്തടി ഉണ്ടാകും. രാത്രി ഭക്ഷണത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്താം? ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ധാന്യങ്ങൾ അഥവാ തവിട് കളയാത്ത അരി കൊണ്ടുണ്ടാക്കിയ ചോറ്, ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി എന്നിവ കഴിക്കാം. ഒരാഴ്ചയിൽ 3 ദിവസമൊക്കെ അധികം എരിവിടാതെ മത്സ്യങ്ങൾ കറി വെച്ച് കഴിക്കാവുന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ്, മഗ്നീഷ്യം എന്നിവ ഉറക്കം നൽകാൻ സഹായിക്കുന്നു. പാല് കുടിക്കുന്നത് നല്ലതാണ്. അത് മെലറ്റോണിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അത് നല്ല ഉറക്കത്തെ നൽകുന്നു. എന്നാൽ റെഡ് മീറ്റ് കഴിക്കരുത്. അതായത് ബീഫ്, പോർക്ക് എന്നിവ രാത്രി ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാം. ചിലപ്പോൾ ജോലി തിരക്ക് കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഭക്ഷണം വൈകിയാൽ എന്ത് ചെയ്യും? ലഘു ഭക്ഷണം കഴിക്കുക. ലേറ്റ് ആയാൽ സൂപ്പ്, സാലഡ്, പാല് തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം. ഭക്ഷണം കഴിഞ്ഞ് 1 ഇഞ്ചി 1 നുള്ളു ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് ദഹനത്തെ സഹായിക്കും. ഭക്ഷണം കഴിഞ്ഞ ഉടനെ കിടക്കാതെ 10 മിനിറ്റ് നടക്കുക. ഇത് ദഹനശക്തിയെ വർദ്ധിപ്പിക്കും. ഭക്ഷണം കഴിഞ്ഞ ഉടനെ വജ്രാസനത്തിൽ ഇരിക്കുക. ഈ വജ്രാസനം എന്ന് പറയുന്നത് യോഗയിലുള്ള ഒരു ആസനമാണ്, ചിത്രത്തിൽ കാണുന്ന പോലെ. ഇത് ആമാശയത്തിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടി ദഹനത്തെ സഹായിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക. കുടുംബാംഗങ്ങളോടൊത്ത് രാത്രി ഭക്ഷണം കഴിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു. അത് ദഹനത്തെ സഹായിക്കുന്നു. ഏറ്റവും നല്ലത് കിടക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിക്കുന്നതാണ്. അഥവാ നമ്മുടെ രാത്രി ഭക്ഷണം വൈകിപ്പോയാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാക്സിമം ഒഴിവാക്കാം. കുറഞ്ഞ ഭക്ഷണം കഴിച്ചാൽ വിശക്കില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ ഒരു 10:30ക്കുള്ളിൽ ഉറങ്ങുന്നവരാണെങ്കിൽ സാധ്യത കുറവാണ്. അഥവാ വിശന്നാൽ ഒരു ആപ്പിൾ, മുട്ടയുടെ വെള്ള തുടങ്ങി കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് എന്നിവ കുറഞ്ഞ ഫുഡുകൾ കഴിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ മെസ്സേജുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.